പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 22-ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 22-ലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈസ് 101 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര. വാട്ട് അബൌട്ട് 1001? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ 1001 ആയാലോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്, നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, അതായത് 13, 24, 35 എക്സെട്ര. അപ്പോൾ ഈ സീക്വൻസിൽ 101 ഒരു ടേം ആണോ, ഇനി 1001 ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് ടേം ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യമേ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ സീക്വൻസ് ഒന്ന് നോക്കാം. ഇവിടെ 13, 24, 35 എക്സെട്ര അല്ലേ തന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 22nd ടേമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം കുറയ്ക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ. ഇപ്പോൾ 24 - 13 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 11 വരും അല്ലേ. ഇനി നമ്മുടെ തേർഡ് ടേം 35 അല്ലേ. അപ്പോൾ 35 - 13 ഒന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 22, അതായത് 11 × 2 അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്. ഇനി നമുക്കറിയാം 11 കൂട്ടിയല്ലേ നമ്മളിത് എഴുതുന്നത്. അപ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. ഇനി 46നെ നമ്മൾ ഈ 13 കൊണ്ടൊന്ന് കുറച്ച് നോക്കിക്കേ. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 33 വരും, അതായത് 11 × 3. അതായത് നമ്മൾ ഇതിനകത്തെ ഏത് ടേം എടുത്താലും അതിനെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഏതിൽ നിന്ന് നമ്മൾ കുറച്ചാലും ഇതിലെ ടേംസിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? 11ൻ്റെ മൾട്ടിപ്പിൾസേ കിട്ടത്തുള്ളൂ. അതായത് 11 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പദം, അതായത് 101 തന്നിട്ട് ഇതിലെ ആണോ അല്ലയോ എന്ന് ചോദിക്കാനായിട്ട് ഏറ്റവും ആദ്യമേ നമ്മൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് 101 അല്ലേ. അപ്പോൾ 101 മൈനസ് നമ്മൾ ഫസ്റ്റ് ടേം ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം ആണ് ചെയ്യുന്നത്. അപ്പോൾ 101 - 13 ഫസ്റ്റ് ടേം തന്നെ ചെയ്യണമെന്നില്ല, ഏത് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം. പക്ഷെ നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പം ഇത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് 101 - 13 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 88. നമുക്കറിയാം 88നെ 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ഹരിക്കാൻ പറ്റും. അതായത് 11 × 8 അല്ലേ വരുന്നത്. സോ ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് എന്ത് പറയാം? 101 ഈസ് എ ടേം. അതൊരു ടേം ആണെന്ന് കിട്ടി. അതായത് 101 ഇതിലെ പദമാണ്. ഇനി നമുക്ക് 1001 നോക്കാം. അതിനും ഇതുപോലെ തന്നെ 1001 മൈനസ് നമ്മുടെ ഫസ്റ്റ് ടേം ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 988. 988നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം 11 × 9 ചെയ്യുമ്പോൾ 99 ആണ് വരുന്നത്. സോ നമ്മുടെ ഇവിടെ 8 വരാം. 88 ദെൻ 0 1. അപ്പോൾ നമ്മൾ 8 താഴോട്ട് ഇറക്കി എഴുതി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 11 × 9 വരുമ്പം 99 ആണ്. അപ്പോൾ എഗെയിൻ നമ്മളിവിടെ 99 വന്നു. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ എത്രയാണ് വന്നേക്കുന്നത്? 9. അതുകൊണ്ട് എന്ത് പറയാം? ഇത് മൾട്ടിപ്പിൾ അല്ല. അതായത് 988നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. അതുകൊണ്ട് എന്ത് പറയാം? 1001 ഈസ് നോട്ട് എ ടേം. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം തന്നിട്ട് ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? നമ്മൾ ആദ്യമേ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറയ്ക്കുക. ഇനി കുറയ്ക്കുമ്പം നമുക്ക് കിട്ടുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് പറയാം? ടേം ആണ്. അല്ലെങ്കിൽ നോട്ട് എ ടേം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇവിടെ 11 × 8 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് 88 എന്ന് പറഞ്ഞാൽ 11 × 8 അല്ലേ. കോമൺ ഡിഫറൻസ് ആണ് 11 × 8. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 9th ആയിരിക്കും. അതായത് ഇവിടെ 8 ആണെങ്കിൽ 8 + 1 = 9th പൊസിഷനാണ് അത്. അതായത് 9th ടേം ആണ് ആര്? 101 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് തന്നെ കുറയ്ക്കുവാണെങ്കിൽ നമ്മളോട് പൊസിഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പം 9. അപ്പോൾ 9th പൊസിഷനിലാണ് ആര് വന്നേക്കുന്നത്? 101 വന്നേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കുക. In the table below, some arithmetic sequences are given and 2 numbers against each. Check whether the numbers are terms of the respective sequences. ചുവടെയുള്ള പട്ടികയിൽ ചില സമാന്തര ശ്രേണികളും ഓരോ ശ്രേണിയുടെയും നേർക്ക് 2 സംഖ്യകളും എഴുതിയിട്ടുണ്ട്. സംഖ്യകൾ ഓരോന്നും അതത് ശ്രേണിയിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെ ഒരു വലിയ ടേബിളുണ്ട്. അതിൽ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇപ്പുറത്ത് 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഇവിടെ ആദ്യത്തെ നോക്കുവാണെങ്കിൽ 123 ഇതിലെ ടേം ആണോ, 132 ഇതിലെ ടേം ആണോ, അതാണ് ചോദ്യം. ഇതിനോടൊപ്പം തന്നെ
നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ടേബിൾ അബവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ദ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസസ്. അപ്പോൾ ഇതിലെ ടേംസ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്താണെന്നും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിലെ പട്ടികയിൽ അതത് ശ്രേണിയിൽ വരുന്ന സംഖ്യകൾ ശ്രേണിയിലെ എത്രാമത്തെ പദമായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത് നമുക്ക് തന്നേക്കുന്ന സീക്വൻസ് 11, 22, 33 എക്സെട്ര. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, അതായത് പൊതുവ്യത്യാസം, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചു. 22 - 11 ഇസ് ഈക്വൽ ടു 11. നമ്മുടെ കോമൺ ഡിഫറൻസ് 11 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 123 ഇതിലെ ടേം ആണോ അല്ലയോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 123 - 11, അതായത് 123 നിന്നും നമ്മൾ ഇതിൻ്റെ ഒന്നാം പദം കുറയ്ക്കണം. അപ്പോൾ 123 - 11 ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 112 എന്ന് കിട്ടും അല്ലേ. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇത്? നോട്ട് എ മൾട്ടിപ്പിൾ അല്ലേ, ഇത് മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്ത് പറയാം? 123 ഈസ് നോട്ട് എ ടേം. ഇത് ഇതിലെ പദം അല്ല എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 123 പറയുന്നത് ഇതിലെ പദമല്ല. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? 132. അപ്പോൾ നമ്മൾ എഴുതുക 132 - 11. അപ്പോൾ 132 നിന്ന് നമ്മൾ 11 കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും? 121. നമുക്കറിയാം 121 എന്ന് പറയുന്നത് എന്തായിരുന്നു? 11ൻ്റെ ഗുണനപ്പട്ടികയിലുള്ളതാണ് അല്ലേ. അതായത് 11 ഗുണം 11 ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? 121. അതുകൊണ്ട് എന്ത് പറയാം? 132 എന്ന് പറയുന്നത് ഇതിലെ പദമാണ്, ഈസ് എ ടേം. ഇനി എത്രാമത്തെ ടേം ആണ്? നമുക്കിവിടെ 11 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ 11 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്രാമത്തെ പദമായിരിക്കും? 11 + 1 ഈസ് ഈക്വൽ ടു 12th ടേം ആണ്. അതായത് 12th ടേം ആണ് ആര്? 132 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിളിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 12, 23, 34 എക്സെട്ര. ദെൻ 100 ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം, 1000 ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ആ സീക്വൻസ് എഴുതാം. 12, 23, 34 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് പൊതുവ്യത്യാസം, 23 - 12. 23 - 12 ചെയ്യുമ്പം 11. എഗെയിൻ നമ്മുടെ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത്? 11 ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് 100 അല്ലേ. അപ്പോൾ 100 - ഫസ്റ്റ് 12. അപ്പം 100 നിന്ന് 12 പോകുമ്പോൾ എത്ര വരും? 88. അപ്പോൾ നമുക്കറിയാം 8 × 11 അല്ലേ നമ്മുടെ 88 എന്ന് പറയുന്നത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. 11ൻ്റെ ഗുണനപ്പട്ടികയിൽ ഇതുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് പറയാം? 100 ഈസ് എ ടേം. ഇതിലെ പദമാണ് എന്ന് നമുക്ക് പറയാം. ഇനി എത്രാമത്തെ ടേം ആണ്? ഇവിടെ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പം 8 + 1 ഈസ് ഈക്വൽ ടു 9th ടേം. സോ 100 എന്ന് പറയുന്ന എത്രാമത്തെ ടേം ആണ്? 9th ടേം ആണ്. ഓക്കെ, ഇനി നമുക്ക് 1000 കണ്ടുപിടിക്കണ്ടല്ലേ. അപ്പോൾ 1000 - 12. 1000 - 12 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 988. അപ്പോൾ ഇത് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലേ. അതുകൊണ്ട് എന്ത് പറയാം? 1000 ഈസ് നോട്ട് എ ടേം, അതായത് ഇതിലെ പദം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 21, 32, 43 എക്സെട്ര. എഗെയിൻ നമ്മൾ 100ഉം 1000 തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എഴുതാം. 21, 32, 43 എക്സെട്ര. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് 32 - 21. എഗെയിൻ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 11 ആണ്. ഓക്കെ, ഇനി നമുക്ക് 100 നോക്കാം അല്ലേ. അപ്പോൾ 100 - 21 ചെയ്യുക. അപ്പോൾ 100 - 21 എന്ന് പറയുന്നത് നമുക്ക് 79 ആണ്. ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതായത് 11ൻ്റെ ഗുണനപ്പട്ടികയിൽ ഉണ്ടോ? ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. അതുകൊണ്ട് എന്ത് പറയാം? 100 ഈസ് നോട്ട് എ ടേം. ഇതിലെ ടേം അല്ല, അതായത് പദമല്ല എന്ന് കിട്ടും. ഇനി 1000 നോക്കുക. 1000 മൈനസ്, അതായത് 1000 നമ്മൾ എന്ത് ചെയ്യണം? 21 ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 979 എന്ന് കിട്ടും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 979 എന്നുള്ളത് നമ്മുടെ 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 11. അപ്പോൾ നമുക്കിവിടെ 8 വരും അല്ലേ. 88 ആണ്. അപ്പോൾ ഇവിടെ 9 വരും. പിന്നെ ഈ താഴോട്ട് 9 കൂടെ ഇറക്കി എഴുതി. ഇപ്പോൾ 99 ആയി. അപ്പോൾ 9, 11 × 9 ആണ് 99. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ 0. സോ നമുക്ക് എന്താ ഇവിടെ കിട്ടിയേക്കുന്നത്? 11 × 89 ചെയ്യുമ്പം നമുക്ക് 979 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഗുണനപ്പട്ടികയിൽ, 11ൻ്റെ ഗുണനപ്പട്ടികയിൽ ആരുണ്ട്? 979 ഉണ്ട്. അതുകൊണ്ട് എന്ത് പറയാം? 1000 ഈസ് എ
ടേം. ഓക്കെ, ഇനി എത്രാമത്തെ ടേം ആണ്? നമുക്കിവിടെ 89 അല്ലേ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ടേം ആയിരിക്കും? 89 + 1 = 90 അല്ലേ? സോ 90th ടേം ആണ് ആര്? 1000. അടുത്ത സീക്വൻസ് ഇതാണ് 1/4, 1/2, 3/4 എക്സെട്ര. പിന്നെ 3ഉം 4ഉം ഇതിനകത്തുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പോൾ ½ - 1/4. അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫും 1/4 ഒക്കെ ആയതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നോക്കാതെ അരയിൽ കാല് പോയാൽ എത്രയാണ് കാലാണെന്നുള്ള കാര്യം അറിയാമല്ലോ, അത് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ മൈനസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് അങ്ങനെയാണ് കുറയ്ക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇവിടെ 2 × 2 4 ആകും കണ്ടോ. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 - 1. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ഈക്വൽ ടു നമുക്ക് ആ ഡിനോമിനേറ്റർ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ന്യൂമറേറ്ററിൽ 2 - 1 1 ഉണ്ടോ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, കാരണം അരയും കാലും ഒക്കെ വന്നാൽ നമുക്കറിയാം അരയിൽ നിന്ന് കാല് പോയി കഴിഞ്ഞാൽ കാലാണ്. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം 3 അല്ലേ. അപ്പോൾ 3 - 1/4. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, 3ൽ നിന്ന് കാല് പോയാൽ എത്രയാണ്? 3ൽ നിന്ന് കാല് പോയാൽ എത്രയാണ് വരുന്നത്? 2.75. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന 2.75 എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഇവിടെ താഴെ 4 എന്ന് എഴുതി, ദെൻ 4 × 2 8, 8 + 3 11. ഇപ്പോൾ 11/4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മളിത് 1/4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ അല്ലേ, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണോ എന്നല്ലേ നോക്കണ്ടേ. അപ്പോൾ ഇതിനെ നമ്മൾ 11 × 1/4 എന്ന് നമുക്ക് എഴുതാമല്ലോ. 11 × 1/4. സോ ഇവിടെ 1/4ൻ്റെ കൂടെ 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 and 3/4 കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? 3 ഈസ് എ ടേം. ഇതിലെ ഒരു ടേം ആണെന്ന് കിട്ടി. ഇനി എത്രാമത്തെ ടേം ആണ്? ഇവിടെ 11 × 1/4 അല്ലേ ചെയ്തേക്കുന്നത്. സോ 11 + 1 = 12. സോ 12th ടേം ആണ് ആര്? നമ്മുടെ 3 എന്ന് പറയും. അടുത്ത കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? 4 അല്ലേ. അപ്പോൾ 4 മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ 4ൽ നിന്ന് കാല് പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3.25. ഓക്കെ, എഗെയിൻ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4 × 3 12 ആണ്. 12 + 3 15. നമുക്ക് 15/4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും 15 × 1/4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? 4 ഇതിലെ ടേം ആണ്. 4 ഈസ് എ ടേം. ഇനി എത്രാമത്തെ ടേം ആണ്? ഇവിടെ 15 ആണ് വന്നേക്കുന്നത്. സോ 15 + 1 = 16th ടേം ആണ് നമ്മുടെ 4 എന്ന് പറയുന്നത്. 16th ടേം ആണ് 4. അടുത്ത ചോദ്യം ഇതാണ് 3/4, 1 and 1/2, 2 and 1/4 എക്സെട്ര. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് = 1 and 1/2 - 3/4. 1/2 മുക്കാല് കുറയ്ക്കണം. അപ്പോൾ 1/2 മുക്കാല് കുറച്ചാൽ നമുക്ക് മുക്കാല് തന്നെയാണ് വരുന്നത്. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ 1 and 1/2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം അല്ലേ. അതായത് 1 × 2 2, 2 + 1 3. അപ്പോൾ 3/2 എന്ന് എഴുതാം. -3/4. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ ഇവിടെ 2 × 2 ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആകും. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? താഴെ 4 ആണ്. 3 × 2 6. 6 - 3 = 3/4. അപ്പം 2 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഏതാണോ കണ്ടുപിടിക്കണം, നമുക്ക് 3 അല്ലേ കണ്ടുപിടിക്കേണ്ട ആദ്യം. അപ്പോൾ നമ്മൾ 3 - 3/4. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ചെയ്യാം നമുക്ക്. അല്ലാതെ 3ൽ നിന്ന് മുക്കാല് കുറച്ചും അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 × 3 12 ആണ്. 12 - 3 / 4. ഇപ്പോൾ 12 - 3 എന്ന് പറയുമ്പം നമുക്കിവിടെ 9/4 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ 3ൽ നിന്ന് മുക്കാലാണ് കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് 2.25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെയും നമുക്ക് 4 × 2 8, 8 + 1 9, 9/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്തായിരുന്നു? 3/4 അല്ലേ. അപ്പം ഇതിനെ നമുക്ക് 3/4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ, അല്ലെങ്കിൽ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ളതല്ലേ നമ്മൾ നോക്കണ്ടേ. ഇനി 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ് /4. അപ്പം നോക്കിയേ, 3 × 3/4 അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? 3 ഈസ് എ ടേം. ഇതിലെ ഒരു ടേം ആണെന്ന് കിട്ടും. ഇനി എത്രാമത്തെ ടേം ആണിത്? ഇവിടെ 3 ആണ് വന്നേക്കുന്നത് അല്ലേ. 3 + 1 = 4th എന്ന് കിട്ടും. അതായത് 4th ടേം ആണ് നമ്മുടെ 3 എന്ന് പറയുന്നത്. 4th ടേം ആണ് നമ്മുടെ 3. ഓക്കെ, അടുത്ത എന്തായിരുന്നു? 4 അല്ലേ. അപ്പോൾ 4 - 3/4 ചെയ്യുക. അപ്പോൾ ഇവിടെയും നമുക്ക് 3.25 എന്നുള്ളത് കിട്ടും അവിടെ. അപ്പം 4 × 4 16, 16 - 3/4 അതായത് 13/4 എന്ന് കിട്ടും.
അപ്പോൾ ഇവിടെ ഇൻറ്റു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഇൻറ്റു ഒരു ഇതാ കിട്ടണ്ടേ. അപ്പോൾ മേളിൽ 13 എന്നുള്ളത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് 13 എന്നുള്ളതിനെ 3 ഇൻറ്റു സംതിങ് നമ്പർ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ ഇവിടെ? അതായത് 3 ഇൻറ്റു ഏതെങ്കിലും ഒരു നമ്പർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 13 കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് പറയാം, ഇവിടെ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കും? 3/4. 3/4ൻ്റെ മൾട്ടിപ്പിൾ ആണോ അത്? അല്ല. അതുകൊണ്ട് എന്ത് പറയാം? 4 ഈസ് നോട്ട് എ ടേം. 4 എന്ന് പറയുന്നത് ഇതിലെ പദം അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.